ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. നമ്മളിൽ മിക്കവരും തന്നെ ഇപ്പോഴൊക്കെ രാത്രിയിൽ ചപ്പാത്തിയൊക്കെയല്ലേ കഴിക്കാറ്. എന്നും ഇങ്ങനെ ചപ്പാത്തിയൊക്കെ കഴിച്ച ഒന്ന് ബോറടിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ നമുക്കൊരു ചേഞ്ചിന് വേണ്ടി കഴിക്കാൻ പറ്റുന്ന ഗോതമ്പോ അല്ലെങ്കിൽ ആട്ടമാവ് കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പറാത്തയാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ഈ പാത്രത്തിലോട്ട് 1.5 ഗ്ലാസ് ആട്ടമാവാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ ചൂടുവെള്ളം ഉപയോഗിച്ചാണ് ഇത് കുഴച്ചെടുക്കുന്നത്. നന്നായിട്ട് നല്ല മയത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഒന്നും കൂടെ സോഫ്റ്റ് ആകാൻ വേണ്ടി വേണമെങ്കിൽ അല്പം നെയ്യോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ വേണമെങ്കിൽ ഇതിൽ ചേർത്ത് കുഴച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി അല്പസമയം ഒന്ന് അടച്ചു വെക്കാം. ആ സമയത്ത് ഈ പറാത്തയ്ക്ക് വേണ്ടിയുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണ ആണെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ ഇതെല്ലാം നല്ല പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. സവാള ഒത്തിരി ഒന്നും വേണ്ട. ഞാനൊരു ചെറിയ സവാള മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇത് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. ഇതിലോട്ട് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്ന മുളക് പൊടിയാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ പിരിയമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വേണമെങ്കിൽ ഇതിൽ അല്പം ചാട്ട് മസാലയും അതുപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചേർക്കാവുന്നതാണ്. ഞാനത് രണ്ടും ചേർക്കുന്നില്ല. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ആലു പറാത്തയാണ്. അതുകൊണ്ട് ഇതിനു വേണ്ടി ഞാൻ 2 ഉരുളക്കിഴങ്ങ് എടുത്ത് നന്നായിട്ട് പുഴുങ്ങി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ പറാത്തയിൽ ഈ ഫില്ലിങ് വെച്ച് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അത്ര നന്നായിട്ട് നമുക്ക് പരത്താനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കണമെന്ന് പറയുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ പുളിക്ക് വേണ്ടി ഒരു 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി പാത്രം അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇവിടെ പൊട്ടറ്റോയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ആക്കാം. എന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. തണുത്തതിന് ശേഷമാണ് ഈ ഫില്ലിങ് വെച്ച് പറാത്ത തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഈ മാവിൽ നിന്ന് ഓരോരോ ബോളുകളെടുത്ത് ഈ പറാത്ത ഇനിയൊന്ന് പരത്തിയെടുക്കണം. ഇത് ചപ്പാത്തിയെക്കാട്ടിയും കുറച്ചുകൂടെ വലുപ്പത്തിലാണ് ഞാൻ ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത്. ഇതിപ്പം ഈ 1.5 ഗ്ലാസ് മാവിൽ നിന്ന് ഞാനൊരു 6 ബോളുകളാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. ഇനി ഓരോ ബോളും എടുത്ത് അല്പം ഒന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ നടുക്കോട്ട് ഫില്ലിങ് വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ 4 വശവും കൂടെ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് മാവ് മുകളിൽ കുറച്ച് ബാക്കി വരും. അതിങ്ങനെ എടുത്ത് മാറ്റണം. കണ്ടത് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അധികം ബലം ഉപയോഗിച്ച് പരത്തരുത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അതിലെ മസാലയെല്ലാം വെളിയിലോട്ട് ചാടി വരും. നമ്മുടെ ഈ പരത്തുന്ന കുഴലിലും അതുപോലെ തന്നെ ചപ്പാത്തി പലകയിലും ഈ മസാലയെല്ലാം കൂടെ പറ്റി പിടിക്കും. അതുകൊണ്ട് അല്പം സോഫ്റ്റായിട്ട് വേണം പരത്തിയെടുക്കാൻ. അതുപോലെ തന്നെ നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ അതിൽ ഒട്ടും വെള്ളമയം ഒന്നും പാടില്ല. അങ്ങനെ ചെയ്താൽ നമുക്ക് പരത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും റെഡിയാക്കിയെടുക്കാം. ഇത് പരത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ.
ഇവിടെ ഞാനിപ്പോൾ 6 പറാത്ത ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കണം. ഈ പാൻ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് ഓരോ ആലു പറാത്തയും ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു വശം ആയിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിലോട്ട് പിന്നെ ഞാൻ അല്പം ഒന്ന് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ അല്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ ബട്ടറൊക്കെ വേണമെങ്കിൽ ഇതിൽ തേച്ച് കൊടുക്കാവുന്നതാണ്. നമ്മൾ പ്ലെയിനായിട്ട് ചുടുന്നതിനെക്കാട്ടി അല്പം ഇതുപോലെ ഓയിൽ പുരട്ടിയിട്ട് ചുടുന്നതായിരിക്കും ടേസ്റ്റ്. ഇത് ശരിക്കും നമ്മൾ ശ്രദ്ധിച്ച് പരത്തുവാണെങ്കിൽ ഒറ്റ കൊമളയായിട്ട് പൊള്ളി വരും. ഞാനിപ്പം പരത്തിയപ്പോൾ കുറച്ച് മസാല വെളിയിൽ വന്നിട്ടുണ്ട്. അതാണ് അങ്ങനെ ഒറ്റ കൊമളയായിട്ട് പൊള്ളാത്തത്. ഇത് ഒരുപാട് സമയം കുക്കാണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഉള്ളിൽ വെച്ചിരിക്കുന്ന ആ ഉരുളക്കിഴങ്ങ് മസാല നന്നായിട്ട് വെന്തതാണല്ലോ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതിനി പാത്രത്തിൽ നിന്ന് മാറ്റാം. അതുപോലെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇതിൻ്റെ അകത്ത് മസാല ഉള്ളതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ ഒരു റെയ്ത്തയോ അല്ലെങ്കിൽ അച്ചാറൊക്കെ കൂട്ടി ഇത് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി സ്കൂളിൽ കൊടുത്തു വിട്ടാൽ തീർച്ചയായിട്ടും ഇഷ്ടമാകും. എപ്പോഴും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതിന് ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ചിന് വേണ്ടി ഇതുപോലെ ആലു പറാത്തയൊക്കെ നമുക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.